ഗാസയിലെ സംഘർഷം ഒരു പുതിയ വഴിത്തിരിവിലെത്തി നിൽക്കുകയാണ്. വെടിനിർത്തലിനായുള്ള ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നിൽ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹമാസിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളുമായി രംഗത്തെത്തി. ഹമാസിന്റെ കടുംപിടുത്തമാണ് ചർച്ചകൾ തർക്കത്തിനെത്തും, ഇസ്രായേൽ അവരുടെ ജോലി പൂർത്തിയാക്കണം എന്നും ട്രംപ് ആവശ്യപ്പെട്ടു. ഗാസയിലെ വെടിനിർത്തൽ ചർച്ചകൾ പരാജയപ്പെട്ടതിന് കാരണം ഹമാസ് ആണെന്ന് ഡൊണാൾഡ് ട്രംപ് പരസ്യമായി ആരോപിച്ചു. അവർക്ക് മരിക്കാൻ കൊതിയാണെന്നും തോന്നുന്നു. വളരെ മോശം, ട്രംപ് പറഞ്ഞു. അവരെ അടിച്ചു തീർത്ത് ഗാസ വെടിപ്പാക്കണം. ഈ പ്രസ്താവന ഇസ്രായേലിന്റെ സൈനിക നടപടികൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്ന ഒന്നാണ്. ട്രംപിന്റെ മുൻകാല വിദേശ നയങ്ങളെയും ഇസ്രായേലിനോടുള്ള നിലപാടും കണക്കിലെടുക്കുമ്പോൾ ഈ പ്രസ്താവനയിൽ അത്ഭുതമില്ല. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ പ്രസ്താവന അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഗാസയിലെ മാനുഷിക ദുരന്തങ്ങൾ ലോകം ഉറ്റുനോക്കുന്ന ഈ സമയത്ത് അത്തരമൊരു പ്രസ്താവനയുടെ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ വളരെ വലുതാണ്. ട്രംപിന്റെ ഈ നിലപാട് ഇസ്രായേലിന്റെ സൈനിക ലക്ഷ്യങ്ങൾക്ക് കൂടുതൽ ഊർജം നൽകുന്ന ഒന്നായി വ്യാഖ്യാനിക്കപ്പെടും. ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കൂ എന്ന ഇസ്രായേലിന്റെ ലക്ഷ്യം ചർച്ചകളിൽ അവർ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്തതിന്റെ പ്രധാന കാരണമാണ്. ട്രംപിന്റെ വാക്കുകൾ ഈ നിലപാടിന് അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഒരു വലിയ പിന്തുണയായി ഹമാസിനും ലോകരാജ്യങ്ങൾക്കും കാണാൻ സാധിക്കും. വെടിനിർത്തൽ ചർച്ചകൾ പരാജയപ്പെട്ടതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഹമാസിനാണ് ട്രംപ് ആരോപിക്കുമ്പോൾ ഇസ്രായേലിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ അമേരിക്കയാണ് ചർച്ചകൾ തകർത്തതെന്ന് ഹമാസ് തിരിച്ചടിച്ചു. ഇസ്രായേൽ സേന പൂർണ്ണമായി പിൻവാങ്ങുമെന്ന് ഹമാസിന്റെ ആവശ്യം അമേരിക്കയും ഇസ്രായേലും അംഗീകരിക്കാത്തതാണ് ചർച്ചകൾക്ക് ഒരു പ്രധാന തടസ്സമായി മാറിയത്. ഇസ്രായേലിന്റെ പ്രധാന ആവശ്യം ഹമാസിന്റെ സൈനികവും ഭരണപരവുമായ ശക്തി പൂർണ്ണമായി ഇല്ലാതാക്കൂ എന്നതാണ്. ഈ രണ്ട് കക്ഷികളെയും അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ തമ്മിലുള്ള പൊരുത്തക്കേടാണ് ചർച്ചകൾക്ക് തുടർച്ചയായി പരാജയപ്പെട്ടതിന്റെ കാരണം. ഇസ്രായേലിന്റെ പിൻവാങ്ങൽ ഹമാസിന് അവരുടെ നിലനിൽപ്പിനും സ്വാധീനത്തിനും അത്യാവശ്യമാണ്. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചോളം ഹമാസിന്റെ പൂർണ്ണമായ സൈനിക തകർച്ച അവരുടെ സുരക്ഷയ്ക്കും അത്യന്താപേക്ഷിതമാണ്. ഈ രണ്ട് ആവശ്യങ്ങൾ ഒത്തുതീർപ്പിലെത്താൻ കഴിയാത്തത്രയും വിപരീത ദിശകളിലാണ്. അമേരിക്ക ഈ ചർച്ചകൾക്ക് ഒരു മധ്യസ്ഥന്റെ റോളിൽ ആണെങ്കിലും അവരുടെ ഇസ്രായേലിനുള്ള പരമ്പരാഗതമായ അടുപ്പം ഹമാസിന് സംശയങ്ങൾക്ക് കാരണമാകുന്നു. ചർച്ചകൾ പരാജയപ്പെട്ടെങ്കിലും തിങ്കളാഴ്ച ദോഹയിൽ ചർച്ചകൾ പുനരാരംഭിക്കുമെന്നും ഈജിപ്തും ഖത്തറും പ്രഖ്യാപിച്ചു. അമേരിക്കയും ഇസ്രായേലും ഇതിന് സമ്മതം മൂളിയതും റിപ്പോർട്ടുകളുണ്ട്. ഇതൊരു ചെറിയ പ്രതീക്ഷ നൽകുന്നുണ്ടെങ്കിലും മുൻപ് പരാജയപ്പെട്ട ചർച്ചകളിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ട് പുതിയ സമീപനങ്ങൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇസ്രായേലിന്റെ പ്രധാന ആവശ്യം ബന്ദികളെ നിരുപാധികം മോചിപ്പിക്കുക എന്നതാണ്. ഹമാസ് ഇതിന് തയ്യാറാകാത്തത് പ്രധാന തടസ്സമാണ്. ഗാസയിൽ നിന്നും ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി പിൻവാങ്ങണമെന്നും ഹമാസിന്റെ ആവശ്യം. ഗാസയിലെ ഗുരുതരമായ മാനസിക പ്രതിസന്ധി ലഘൂകരിക്കുന്നതിനും ആവശ്യമായ സഹായങ്ങൾ എത്തിക്കാൻ ഒരു ഉടമ്പടി, ഈ വിഷയങ്ങൾ ഒരു പൊതുധാരണയിൽ എത്താൻ കഴിഞ്ഞാൽ മാത്രമേ പുതിയ ചർച്ചകൾക്ക് ഒരു വിജയസാധ്യതയുള്ളൂ. സംഘർഷം ആരംഭിച്ചത് മുതൽ ഗാസയിലെ മാനുഷിക സാഹചര്യം അതിരൂക്ഷമാണ്. ദിവസേനയുള്ള പട്ടിണി മരണങ്ങൾ ഒരു സാധാരണ കാഴ്ചയായി മാറിയിരിക്കുന്നു. ഇസ്രായേൽ മാനുഷിക സഹായം തടയുന്നു എന്ന ആരോപണം ലോകരാജ്യങ്ങളിൽ നിന്നും വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. UN ഫുഡ് എയ്ഡ് പ്രോഗ്രാമിന്റെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഗാസയിലെ മൂന്നിലൊന്ന് ആളുകളും ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് സ്ത്രീകളും കുട്ടികളും പോഷകാഹാര കുറവ് കാരണം അടിയന്തര ചികിത്സ ആവശ്യമാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. വെള്ളിയാഴ്ച മാത്രം 9 പേർ പട്ടിണി മൂലം മരിച്ചതോടെ ആകെ പട്ടിണി മരണം 122 ഉയർന്നു. ഈ കണക്കുകൾ ഗാസയിലെ ദുരന്തത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നു. വൈദ്യസഹായം, ഭക്ഷണം, വെള്ളം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിഷേധിക്കപ്പെട്ടത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമായി പലരും ചൂണ്ടിക്കാട്ടുന്നു. ലോകാരോഗ്യ സംഘടനയും മറ്റു മാനുഷിക സംഘടനകളും ഗാസയിലേക്ക് സഹായം എത്തിക്കാൻ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും ഇസ്രായേൽ കടുത്ത നിയന്ത്രണങ്ങൾ തുടരുകയാണ്. ഇത് യുദ്ധക്കുറ്റമായി പോലും പല നിയമവിദഗ്ധരും വ്യാഖ്യാനിക്കുന്നുണ്ട്. ഗാസയിലെ സ്ഥിതിഗതികൾക്ക് അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ ആശങ്കകൾ ഉയർത്തുന്നുണ്ട്. ട്രംപിന്റെ പ്രസ്താവനകൾ ഒരു വശത്ത് ചർച്ചയാകുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാറുമായി സ്കോട്ട്ലൻഡിലെ ട്രംപ് നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഗാസ ഒരു പ്രധാന ചർച്ചാ വിഷയമാകും. ഇത് ഗാസ വിഷയത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ നയതന്ത്ര നീക്കങ്ങൾ നടക്കുന്നു എന്നതിന്റെ സൂചനയാണ്. അമേരിക്ക, ബ്രിട്ടൻ, യൂറോപ്യൻ യൂണിയൻ, UN തുടങ്ങിയ പ്രമുഖ ശക്തികൾക്ക് ഗാസയിൽ സമാധാനം ഉറപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കാനുണ്ട്. വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കാനും മാനുഷിക സഹായം തടസ്സമില്ലാതെ എത്തിക്കാനും ഇരു രാജ്യങ്ങളുടെ കൂട്ടായ ഇടപെടൽ അത്യാവശ്യമാണ്. നിലവിലെ സാഹചര്യത്തിൽ ഗാസയിലെ ഭാവി അനിശ്ചിതത്തിലാണ്. ഹമാസിന്റെ സൈനിക ശേഷി പൂർണ്ണമായി നശിപ്പിക്കുക എന്ന ഇസ്രായേലിന്റെ ലക്ഷ്യം പൂർത്തിയാക്കാതെ വെടിനിർത്തൽ സാധ്യമാക്കില്ല എന്നത് വ്യക്തമാണ്. മറുവശത്ത് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങാതെ ഒരു ഒത്തുതീർപ്പിനും ഹമാസ് തയ്യാറല്ല.
ഈ തർക്കം തുടരുന്നിടത്തോളം ഗാസയിലെ ജനങ്ങളുടെ ദുരിതം വർദ്ധിക്കുകയുള്ളൂ. ദീർഘകാല സമാധാനത്തിന് ഗാസയിലെ ഭരണം, പുനർനിർമ്മാണം, ജനങ്ങളുടെ സുരക്ഷ എന്നിവയെക്കുറിച്ചുള്ള ഒരു സംഗ്രഹമായ പദ്ധതി അത്യാവശ്യമാണ്. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മേൽനോട്ടത്തിൽ ഇരുപക്ഷത്തെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പരിഹാരമാണ് അനിവാര്യം. കേവലം ഒരു വെടിനിർത്തൽ എന്നതിലുപരി ഗാസയിലെ ജനങ്ങൾക്ക് സാധാരണ ജീവിതം നയിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകേണ്ടതുണ്ട്. ഗാസയിലെ വെടിനിർത്തൽ ചർച്ചകൾ പരാജയപ്പെട്ടത് മേഖലയിലെ സംഘർഷം കൂടുതൽ വഷളാക്കുന്നു എന്നതിന്റെ സൂചനയാണ്. ട്രംപിന്റെ പ്രസ്താവനകൾ ഒരു വശത്ത് ഇസ്രയേലിന് കൂടുതൽ ധൈര്യം പകരുമ്പോൾ ഹമാസിന്റെ കടുംപിടുത്തം സമാധാന ശ്രമങ്ങൾക്ക് തടസ്സമാകുന്നു. അതേസമയം ഗാസയിലെ മാനുഷിക പ്രതിസന്ധി ഒരു ദുരന്തത്തിന്റെ വക്കിലാണ്. രാഷ്ട്രീയ പരിഹാരങ്ങൾ വൈകുന്തോറും കൂടുതൽ സാധാരണക്കാരുടെ ജീവൻ നഷ്ടപ്പെടും. അതിനാൽ പുതിയ ചർച്ചകൾക്ക് മുൻഗണന നൽകുകയും എല്ലാ കക്ഷികളും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. അന്താരാഷ്ട്ര സമൂഹം ഈ വിഷയത്തിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തി ഗാസയിലെ ജനങ്ങൾക്ക് സുരക്ഷിതവും മാന്യവുമായ ഒരു ഭാവി ഉറപ്പാക്കാൻ പ്രവർത്തിക്കേണ്ടതുണ്ട്.